17 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്ന് പറയുന്ന 3 മക്കൾക്ക് 6 പ്രാവശ്യം ദർശനം നൽകി. ആ ദർശനത്തിൻ്റെ സമാപനം ഒക്ടോബർ 13 ചരിത്രത്തിൽ സുവർണ ലിപികളിൽ കത്തോലിക്ക സഭ കുറിച്ച് വച്ചിരിക്കുന്ന ഒരു ദിവസമാണിത്. ഈ ഒക്ടോബർ 13 നമ്മൾ ഹോളി വെപ്പൺ, വിശുദ്ധമായ ജപമാല എന്ന ആയുധവും എടുത്തുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന തിന്മയെ തകർക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ 13-ാം ദിവസമാണ്. നമുക്ക് വലിയ സന്തോഷത്തോടെ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി തുറന്നുള്ള നിമിഷങ്ങളിൽ അനുഭവിക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. തുറന്നുള്ള 1.5 മണിക്കൂർ സമയം പൂർണ്ണമായും മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായും കടന്നു ചെല്ലാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ജപമാലയിലൂടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വൈദിക വിദ്യാർത്ഥിയെ ഒന്ന് അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവമാണത്. ഏറെ ആഗ്രഹത്തോടെ സെമിനറിയിൽ പ്രവേശിച്ച വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കവേ ഒരു വൈദിക വിദ്യാർത്ഥി അപസ്മാര രോഗമായി നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ സെമിനറി ജീവിതം ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ്. അദ്ദേഹത്തോട് റക്ടച്ചൻ പറഞ്ഞു, വീട്ടിൽ പോയി എല്ലാ ദിവസവും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ ഈശോയിൽ നിന്ന് നിനക്ക് സൗഖ്യം വാങ്ങിത്തരും, നീ തിരിച്ചു വരും. അത് വിശ്വസിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ ചെന്ന് നിരന്തരമായി ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായി ആ വൈദിക വിദ്യാർത്ഥിക്ക് സൗഖ്യം ലഭിക്കുന്നു. തിരിച്ച് സെമിനാരിയിൽ വരുന്നു. വൈദിക പരിശീലനം പൂർത്തിയാക്കി അദ്ദേഹം വൈദികനായി, മെത്രാനായി, കർദിനാളായി സഭയുടെ ഓരോ തലങ്ങളിലേക്കും ഉയർന്ന അവസാനം സഭയെ നയിക്കുന്ന മാർപ്പാപ്പയായി മാറി. 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ചരിത്രമാണത്.
മാർപ്പാപ്പയായിരിക്കുമ്പോൾ 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും ജപമാലയേക്കാൾ വിലപിടിപ്പുള്ള ഒരു നിധി, മറ്റൊരു നിധി അവിടെ കാണുക സാധ്യമല്ല. ജപമാല ഒരു നിധിയാണ്. ദൈവീക പദ്ധതിയെ പിശാച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വിളി ലഭിച്ചവനെ പരിശീലന കാലഘട്ടത്തിൽ തന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ പിശാചിനെ തകർക്കാൻ കഴിവുള്ള ആ അമ്മ നൽകിയ ആയുധവുമേന്തിക്കൊണ്ട് പടപൊരുതിയതാണ് 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ചരിത്രം. പ്രിയമുള്ളവരെ, ഈ നിധി, ഈ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ആ ജപമാല കയ്യിലെടുത്ത് നമ്മൾ അണിചേരുകയാണ് ഈ ആരാധനയുടെ പുണ്യനിമിഷങ്ങളിൽ, ആദ്യമായി ജപമാല പ്രാർത്ഥനയിലൂടെ. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാലപിക്കുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാലപിക്കുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാലപിക്കുന്നു. നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാലപിക്കുന്നു. അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ ആശ്രയമേ. അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ ആശ്രയമേ. അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ ആശ്രയമേ. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. അണിചേർന്നു ഞങ്ങൾ വരുന്നു. അണിചേർന്നു ഞങ്ങൾ വരുന്നു. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നിസ്സാരരും നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മഹിമയുടെ രഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് നമുക്ക് ധ്യാനിക്കാം. ഉത്ഥിതനായ മിശിഹ ഇന്ന് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് സമീപസ്ഥനാണ്. മരണത്തെ കീഴ്പ്പെടുത്തി ഉത്ഥാനം ചെയ്തവൻ ഇപ്പോൾ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് നീ എന്ന് കർത്താവിനെ നോക്കി പത്രോസ് പറഞ്ഞതുപോലെ ഉത്ഥിതനായ മിശിഹായിൽ ഇന്നും ജീവിക്കുന്നവനായ കർത്താവിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ വസിക്കുന്നവനിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്കുറപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം, ഉത്ഥിതൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗപിതാവിൻ്റെ പക്കൽ നമുക്കുള്ള ഏക മധ്യസ്ഥൻ, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. എപ്പോഴും സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്നതിന്, നമ്മെല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഈശോയുടെ ആ വലിയ സ്വപ്നം നമ്മിൽ യാഥാർത്ഥ്യമാകാൻ കർത്താവിൻ്റെ ഹിതത്തോട് നമ്മൾ സഹകരിക്കണം. സ്വർഗപിതാവിൻ്റെ പക്കൽ നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോനോട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോടൊന്ന് ചേർന്ന് ഈ ജപമാലയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേൽ സെഹിയോൻ ഊട്ടുശാലയിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകമുണ്ടാകുന്നതിന്, ഒരു പുത്തൻ പെന്തക്കുസ്തായ അനുഭവമുണ്ടാകുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവനായി ദാഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം.
മാലാഖമാർ സ്വർഗത്തിലേക്ക് കരേറ്റിയ പരിശുദ്ധയമ്മ ഇന്ന് തൻ്റെ പ്രിയപുത്രൻ്റെ അരികെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ എന്നതിനേക്കാളേറെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കുറവുകളെ കർത്താവിന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് ഖനായിൽ എന്നതുപോലെ ഓരോ നിമിഷവും, പ്രത്യേകിച്ച് ഈ നിമിഷം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ വാരി വിതറുന്നു. ആ അമ്മയുടെ സാന്നിധ്യവും ആ അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥവും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ എത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്നതിൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് എൻ്റെ അമ്മ. നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നതാണിത്. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൾ അവൾ. തൻ്റെ പ്രിയപുത്രൻ്റെ മുമ്പിൽ നിരന്തരമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട്
നമ്മെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. പരിപൂർണമായും ആ അമ്മയെപ്പോലെ വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗ സൗഭാഗ്യത്തിൽ മക്കളെല്ലാവരും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, അനുതാപത്തിന് വേണ്ടി, പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ച, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ച യേശുവാണേക കർത്താവും രക്ഷകനുമെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവളാണ്. അമ്മയുടെ ആഗ്രഹം നമ്മിൽ ഓരോരുത്തരിലും യാഥാർത്ഥ്യമാകാൻ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് തേടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേഫെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദത്തെങ്കിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേ മാധ്യസ്ഥ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല.
കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണു നിറച്ചിന്തി പാപിയായ ഞാൻ നിന്റെ അധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, ഞങ്ങൾ അപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ഈശോയെ നോക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആ അമ്മയോട് ചേർന്ന് കരമുയർത്തി ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഒറ്റ വിളിയാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കേണമേ, നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കേണമേ, നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിയാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ, ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളിലേക്ക് വരണമേ ആത്മാവേ. ആരാധന, ആരാധന. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നെ ശ്രവിക്കുന്ന ആരും തന്നെ
ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ രുചി അറിയാതെ പോയിട്ടില്ല എന്നെനിക്കറിയാം. നമ്മൾ ഓരോരുത്തരുടെയും മരിയൻ അനുഭവം, ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ അനുഭവം, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ വാതോരാതെ നമുക്ക് പറയാനുണ്ട്. ഈ ദിവസങ്ങളിൽ ധാരാളം ഹൃദയസ്പർശകമായ അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ സ്നേഹം ഏറ്റവും അധികം രുചിച്ചറിഞ്ഞ ചില വിശുദ്ധ ജീവിതങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്: അമ്മേ, എല്ലാവരും പറയുന്നു നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന്. എന്നാൽ ഞാൻ ചിന്തിക്കുമ്പോൾ നിന്നേക്കാൾ ഭാഗ്യവതി ഞാനാണ്. കാരണം എനിക്കുള്ളതുപോലെ ഇത്രയും സ്നേഹസമ്പന്നയായ ഒരമ്മ നിനക്കില്ലല്ലോ. കൊച്ചുത്രേസ്യ പുണ്യവതി അനുഭവിച്ചത് എന്തെങ്കിലും രോഗസൗഖ്യമോ ഭൗതികമായ നേട്ടമോ ഒന്നുമല്ല. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മരിയ അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മയെ തന്നെ സ്വന്തമായി കിട്ടി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മ സ്വന്തമാവുക എന്ന് പറഞ്ഞാൽ, ഈ അമ്മയുടെ മകനാവുക, മകളാവുക എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ സൗഭാഗ്യമാണത്. നമ്മൾ പലപ്പോഴും പരിശുദ്ധ അമ്മയോട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ ജപമാല ഭക്തി കാര്യസാധ്യ ഭക്തിയായിട്ട് മാറിപ്പോകാറുണ്ട്. അമ്മയോടുള്ള പ്രാർത്ഥന നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങിപ്പോകുന്നു. തീർച്ചയായിട്ടും ആ അമ്മ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കടന്നു വന്ന് നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. എന്നാൽ നമ്മൾ എന്ത് ചോദിക്കണമെന്നാണ് ആ അമ്മ ആഗ്രഹിക്കുക? പലപ്പോഴും ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ജപമാലകൾ ചൊല്ലിക്കൂട്ടുന്നവരുണ്ട്. എന്നാൽ അമ്മ ആഗ്രഹിക്കുന്നത് ദാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി ജപമാല മാറണമെന്നല്ല, മറിച്ച് ദാതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി ജപമാല മാറണം. എനിക്ക് ഈശോയെ കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കണം, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം, എനിക്ക് എൻ്റെ അമ്മയുടെ സ്വന്തമായി ആ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കാൻ കഴിയണം. അങ്ങനെ സ്വർഗം തന്നെ സ്വന്തമാക്കാൻ, സ്വർഗത്തിൻ്റെ ഉടയവനെ സ്വന്തമാക്കാൻ, സകല ദാനങ്ങളുടെയും ദാതാവിനെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈശോ പറയുന്നില്ലേ, നീ പ്രാർത്ഥിക്കും മുമ്പേ നിൻ്റെ ആവശ്യം പിതാവ് അറിഞ്ഞു കഴിഞ്ഞു. നീ പ്രാർത്ഥിക്കും മുമ്പേ നിൻ്റെ ആവശ്യം ഈ അമ്മ അറിഞ്ഞു കഴിഞ്ഞു. നീ പ്രാർത്ഥിക്കും മുമ്പേ നിൻ്റെ ആവശ്യം ഈശോയ്ക്ക് അറിയാം. ആദ്യം നീ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അതോട് കൂട്ടിച്ചേർക്കപ്പെടും. അതാണല്ലോ കർത്താവിൻ്റെ ശൈലി. അതുകൊണ്ട് ഇന്ന് ഈ വചനവിചിന്തനത്തിൽ പരിശുദ്ധ അമ്മയെ ഏറ്റവും ആദ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ മരിയാനുഭവം ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയെ ഏലീശാമ്മ അനുഭവിച്ചറിഞ്ഞ അത്ഭുതകരമായ അനുഭവത്തിൻ്റെ പങ്കുവയ്ക്കലാണ് നമ്മളവിടെ കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അമ്മ അനുഭവം, മരിയ അനുഭവം
എപ്രകാരമായിരിക്കണം? നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ എങ്ങനെ വളരണം? നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അടിസ്ഥാനപരമായി എന്തായിരിക്കണം? എന്താണ് ഈ അമ്മയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ, ഈ അമ്മയോട് ചേർന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുത്തുമ്പോൾ, ഈ അമ്മയോട് ചേർന്ന് ക്രിസ്തു രഹസ്യം ധ്യാനിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ അനുഭവങ്ങൾ, ഒരുപക്ഷേ അതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് എലീശാമ്മയുടെ മരിയാനുഭവം. 5 അനുഭവങ്ങളെ ഈ തിരുവചനത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. എന്താണ് ഈ അമ്മയെ ഈ ഭൂമിയിൽ ആദ്യമായി അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച എലിസബത്ത് രുചിച്ചറിഞ്ഞത്? ഒന്നാമത്തെ അനുഭവം, പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനമാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ആവസിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ആ അമ്മയുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്തിൻ്റെ ജീവിതം അതിന് മുമ്പും പിൻപും എന്തായിരുന്നു? അത്ഭുതകരമായ ഒരു സന്തോഷത്തിൻ്റെ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എലീശാമ്മ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇന്ന് ജപമാല ചൊല്ലി ഈ ആയുധവുമേന്തി നമ്മൾ പടപൊരുതുമ്പോൾ, പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള അത്ഭുതകരമായ ഒരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവമാണ്. ഓരോ ജപമാല പ്രാർത്ഥനയും വിശ്വാസത്തോടുകൂടെ നമ്മൾ ചൊല്ലുമ്പോൾ, ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഈ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഓരോ ജപമാല പ്രാർത്ഥനയും നമുക്ക് പുത്തൻ പെന്തക്കൊസ്തായ അനുഭവം നൽകുന്നതാണ്. ജപമാലയെ നമ്മൾ അത്തരത്തിൽ കാണാൻ ശ്രമിക്കണം. ജപമാല അമ്മയുടെ മുൻപിൽ നിന്ന്, അമ്മയോട് കൂടെ നിന്ന്, ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിച്ച്, ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ച് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഒരു പെന്തക്കൊസ്തായ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി, വരദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ജപമാല ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുക. മറ്റ് ഭൗതികമായ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടായാലും, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? യേശുക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് ഭൗതികമായ സകലതിനെയും ഞാൻ ഉച്ഛിഷ്ടമായി കരുതുമെന്നാണ് പൗലോസ് പറഞ്ഞത്. യേശുവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്നു. ചിലപ്പോഴൊക്കെ ഇന്ന് നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് യഥാർത്ഥത്തിൽ അമ്മയുടെ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അഭിഷേകം അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഉച്ഛിഷ്ടമായി നമുക്ക് തോന്നും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു അഭിഷേകം, ഓരോ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ആവാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജപമാല കേരളക്കരയിൽ വളരെ വിപ്ലവകരമായ ജീവിതം നയിച്ച് കടന്നുപോയി. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ജപമാലയിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ച്, ജപമാലയെക്കുറിച്ച്, ജപമാല ഭക്തിയെക്കുറിച്ച് ഒരു പുസ്തകം രചിച്ച പ്രഗത്ഭനായ പുരോഹിതൻ ഫാദർ വടക്കൻ, ആ കൊച്ചു പുസ്തകത്തിൽ വടക്കനച്ഛൻ എഴുതി വച്ചിട്ടുണ്ട്, ജപമാല എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ദിവ്യബലിയാണ്.
അതൊരു കൂദാശയല്ല എന്നേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ എന്നതുപോലെ ജപമാലയിലും യേശുവിൻ്റെ രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ഈ സാധാരണക്കാരൻ്റെ വിശുദ്ധ കുർബാന, ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ആ അത്ഭുതകരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, അത്ഭുതകരമായ അഭിഷേകമാണ്. പോളാറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, യഥാർത്ഥ മരിയ ഭക്തി നമ്മെ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നയിക്കും. യഥാർത്ഥ മരിയ ഭക്തി നമ്മെ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നയിക്കും. കാരണം അമ്മ പിതാവിൻ്റെ പുത്രിയാണ്, പുത്രൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ പിതാവിൻ്റെ സ്നേഹം നമ്മിലേക്കൊഴുകാൻ ഈ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിയും. റോമാക്കാർക്കുള്ള ലേഖനം 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് എലീശോമയുടെ ഹൃദയത്തിലേക്ക് നടക്കുമ്പോഴാണ് അത്ഭുതകരമായൊരു സന്തോഷത്തിൻ്റെ കുതിച്ചുചാട്ടം ഉദരത്തിൽ ആ ശിശു സ്നാപക യോഹന്നാൻ നടത്തുന്നത്. അപ്പോൾ ഇതാണ് അത്ഭുതകരമായ ഈ ജപമാലയുടെ ശക്തി. ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ ആന്തരിക സ്വാതന്ത്ര്യത്തോടെയാണ് ഏലീശോ അമ്മ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുക. അമ്മോളം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവവുമായിട്ട് ഏലീശോ അമ്മ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് നൽകുന്നതാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ, അവൻ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, നിത്യസത്യങ്ങളെ അനുസ്മരിപ്പിക്കും, കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. യഥാർത്ഥത്തിൽ തുടർന്ന് നമ്മൾ എലീശോമയുടെ ആ മരിയാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ അതാണല്ലോ കാണുന്നത്. 2-ാമത്തെ അനുഭവം, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി എലീശോമ പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനും സംഗ്രഹിക്കുന്ന അത്ഭുതകരമായ ഒരു ധ്യാനം ഈ കൊച്ചുവാചകത്തിലുണ്ട്. ആരാണ് സ്ത്രീ? പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും മരത്തെയും നമ്മൾ കാണുന്നുണ്ട്. ആദവും ഹവ്വയും ഏദനിലെ ആ മരവും. അവിടെ വെച്ച് മനുഷ്യൻ സകല സൗഭാഗ്യവും നഷ്ടപ്പെടുത്തി. അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം ചെയ്തു. ഉൽപ്പത്തി 3:15 പിശാചിനോട്, സർപ്പത്തോട് പിതാവായ ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും. പ്രിയമുള്ളവരെ, ആ സ്ത്രീ ആരാണ്? പുതിയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്നു, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എലീശോ അമ്മ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ്, ഒരു വലിയ പ്രവചനം നടത്തുകയാണ്. നീയാണ് സ്ത്രീകളിൽ അനുഗ്രഹീത. ആ സ്ത്രീയെ പിന്നീട് നമ്മൾ കാണുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ സമാപനത്തിലാണ്. അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു മരം. പുരുഷൻ യേശുക്രിസ്തുവാണ്, സ്ത്രീ പരിശുദ്ധ അമ്മയാണ്, മരം കുരിശുമരമാണ്. അവിടെ വെച്ചിട്ടാണ് ഈശോ ചൂണ്ടിക്കാണിച്ചത് ഈ സ്ത്രീയെ.
സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്. എലീശോമ പറയുന്ന വാക്കുകൾ പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ യൂദിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വാക്കുകളാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ പല പ്രതിരൂപങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു വ്യക്തി യൂദിത്താണ്. യൂദിത്തിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ അസീറിയൻ സൈനാധിപനായ ഹൊളോഫർനസിനെ തല തകർത്ത ഇസ്രായേൽ ജനത്തിന് രക്ഷ വാങ്ങിക്കൊടുക്കുന്ന യൂദിത്തിനെ നോക്കിയിട്ട് ഊസിയ എന്ന നിയമപാലകൻ പറയുന്നുണ്ട്, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹം ലഭിക്കപ്പെട്ടവളാണ് നീ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഉസിയ യൂദിത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരു ജനത്തിനു വേണ്ടി ശത്രുവിൻ്റെ തല തകർത്ത ആ സ്ത്രീയെ ഇത്രയും മഹത്തരമായി എടുത്തു പറയുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ എലീശോമ അതിൻ്റെ പൂർത്തീകരണമായ പൂർണ്ണതയായ ഒരു പ്രവചനം നടത്തുകയാണ്. പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കാരണം നീ പിശാചിൻ്റെ തല തകർക്കുന്നവളാണ്. ലോകത്തിലുള്ള സകല സ്ത്രീകളെക്കാളും നിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണെന്നും രക്ഷാകര കർമ്മത്തിൽ യേശുവിനോട് ചേർന്നൊഴുകിയവളാണെന്നും ഒക്കെ പറയുക. ഈ സ്ത്രീക്ക് പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ഏതൊരു സ്ത്രീയേക്കാളും ഭാഗ്യവതി എന്ന് എലീശോമയുടെ അധരത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ നടത്തുന്ന ഒരു പ്രവചനമാണ്. അപ്പോൾ എലീശോമയുടെ മരിയാനുഭവം എത്രയോ ആഴപ്പെട്ടതാണ്. പിശാചിൻ്റെ തല തകർക്കുന്ന സ്ത്രീയെ അവൾ തിരിച്ച് അറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ധാരാളം ഇടങ്ങളിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ജൂലിയൻ ബെർണാഡിന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സർപ്പത്തിൻ്റെ തല തകർക്കുന്നവൾ. ഈ കാലഘട്ടത്തിൽ ജപമാലയെ എന്തുകൊണ്ട് നമ്മൾ ആയുധമെന്ന് വിളിക്കുന്നു? 6-ാം അഡ്രിയാൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, പിശാചിൻ്റെ തല തകർക്കുന്ന, അവനെ പ്രഹരിക്കുന്ന, അവനെ നശിപ്പിക്കുന്ന ആയുധമാണ് ജപമാല. പാദ്രേ പിയോയും ഇത് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജപമാല നമുക്ക് ശക്തിയായി മാറുന്നത്? ഈ അമ്മയോട് ചേർന്നുള്ള ഒരു വലിയ യുദ്ധത്തിലാണ് നമ്മൾ പിശാചിനെ തകർക്കാൻ. ഇന്ന് നമുക്കറിയാം, ലോകത്തെ മുഴുവനും, വചനം പറയുന്നത് പോലെ ലോകം മുഴുവനും അവൻ്റെ കരവലയത്തിലാണ്. എല്ലായിടങ്ങളിലും ഈ പിശാചിൻ്റെ താണ്ഡവം നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പോരാടാനായി, അവൻ്റെ തല തകർക്കാനായി, അവൻ്റെ തല തകർക്കുന്നവൾ നമുക്ക് നൽകിയ ഈ ആയുധമാണ് എടുത്തുപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓരോ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോഴും നരകം വിറയ്ക്കുകയാണ്, പിശാച് ഭയപ്പെടുകയാണ്. കാരണം അവൻ്റെ തലയിലടിക്കുന്ന ഓരോ അടിയുമാണ് ഈ ജപമാല പ്രാർത്ഥനയുടെ ഓരോ നിമിഷവും. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജപമാലകളാണ് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ചൊല്ലുന്നത്. പിശാചിനെ തകർക്കാൻ, അവൻ്റെ തല തകർക്കാൻ പ്രിയമുള്ളവരെ ശക്തമായ ആയുധം ഈ അമ്മ തന്നതാണ്. ഇത് ഈ അമ്മയുടെ ഈ ശക്തി അനുഭവിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് എലീശോമയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപ. എലീശോമയുടെ മരിയ അനുഭവമാണത്. 3-ാമത്തെ അനുഭവം നമ്മൾ കാണുന്നു 42-ാമത്തെ തിരുവചനത്തിൽ. എലീശോമ പറയുകയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ഒരു വലിയ വെളിപാടാണത്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വെളിപാട്. പരിശുദ്ധ കന്യകാമറിയം ഉദരത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിന്റെ ഉദരത്തിലുള്ളത് ഈശോയാണ് എന്ന ആ ഒരു തിരിച്ചറിവ് എലീശോമയ്ക്ക് ഉണ്ടാവുകയാണ്. ഈ അമ്മ
അമ്മയെ നോക്കിക്കൊണ്ട് ഒരുപക്ഷെ മുഖമായ ഭാഷയിൽ ഏലീശമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. നീ എൻ്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായം 10 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ദാവീദ് വാഗ്ദാന പേടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ ഭയപ്പെട്ടിട്ട്, അതിന് കാരണങ്ങളുണ്ട്, ഭയപ്പെട്ടിട്ട് അദ്ദേഹം ഹിത്യനായ ഒബദ് ഏദോമിൻ്റെ ഭവനത്തിൽ ഈ വചനപേടകം സൂക്ഷിക്കുകയാണ്. 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: വാഗ്ദാന പേടകം, കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് എദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ പേടകം, വാഗ്ദാന പേടകം, ദൈവിക സാന്നിധ്യത്തിൻ്റെ ആ അത്ഭുതകരമായ ഇസ്രായേലിൻ്റെ ശക്തമായ ദൈവസാന്നിധ്യം, അത് 3 മാസം ഓബദ് എദോമിൻ്റെ വീട്ടിലിരുന്നു. എന്താ സംഭവിച്ചത്? ഓബദ് എദോമിനെയും കുടുംബത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഏലീശമ്മയുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യമായ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മ 3 മാസക്കാലം താമസിച്ചു. ആ കുടുംബത്തിനുണ്ടായ സൗഭാഗ്യം എത്ര വലുതാണ്! ആ കുടുംബത്തിൽ നിന്നൊരു പ്രവാചകൻ പുറത്തു വരികയാണ്. അത്ഭുതകരമായ അനുഗ്രഹമാണ് ആ കുടുംബത്തിൽ ആ സാന്നിധ്യം വർഷിച്ചത്. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാഗ്ദാന പേടകം ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ അമ്മ നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സകല സന്തോഷത്തെയും ആ അമ്മ നമുക്ക് തിരിച്ചു തരികയാണ്. 16-ാം സങ്കീർത്തനത്തിൽ 11-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഈ അമ്മ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നവളാണ്, നമ്മുടെ കുടുംബത്തിന് നൽകുന്നവളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരൊക്കെ ഈ സന്ധ്യാസമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് പല കുടുംബങ്ങൾക്കും അതിന് സമയമില്ല. അനുഗ്രഹങ്ങൾ വേണം, 2 വഞ്ചിയിൽ കാലിട്ട് പോകുന്നൊരവസ്ഥയാണ്. സന്ധ്യാപ്രാർത്ഥനകളില്ല, ജപമാലയെ ചിലർ ഉപേക്ഷിച്ചു. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഈ വാഗ്ദാന പേടകം സൂക്ഷിക്കുന്ന അത്ഭുതകരമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ, ഓബദ് എദോമിനെ പോലെ, എലീശമ്മയുടെ ഭവനത്തിൽ എന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ക്രിസ്തു സാന്നിധ്യം നിനക്ക് തരും എന്നുള്ള ആ വലിയ ബോധ്യവും വിശ്വാസവും ഉണ്ടാകണം. 16-ാം സങ്കീർത്തനം 11-ാം തിരുവചനം, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ അമ്മ തരുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ ജപമാലയിലെ ലുത്തിനിയ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ. ലോകത്തിന് തരാൻ സാധിക്കാത്ത അത്ഭുതകരമായ ഒരു സന്തോഷം നമുക്ക് തരുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ നമ്മൾ ഒന്നു ചേർന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുന്നത് ലോകത്തിന് തരാനാകാത്ത ഒരു ആനന്ദമാണ്. ഈശോ പറയുന്നില്ലേ, ആർക്കും എടുത്തു കളയാനാകാത്ത ഒരാനന്ദം. ഇതാണ്, ഈ ആനന്ദത്തിൻ്റെ അനുഭവമാണ് ഈ അമ്മ നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമായിരിക്കുന്നത്. 4-മതായിട്ട് എലീശമ്മയുടെ മരിയൻ അനുഭവം. എലീശമ്മ പറയുകയാണ്, 43-ാം തിരുവചനം, ലൂക്ക 1:43, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എങ്ങനെയുണ്ടായെന്നാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത്.
ഞാൻ ആ അമ്മയുടെ ഹൃദയത്തിൽ ഇതിനേക്കാൾ വലിയ ഒരു ശക്തി എന്താ? ഇതിനേക്കാൾ വലിയ ഒരു ദൈവാനുഭവം എന്താ? ഇതിനേക്കാൾ ശക്തമായി നമുക്ക് യേശുവിനെ പ്രാപിക്കാനുള്ള മാർഗം എന്താ? യേശുവിലേക്കുള്ള വഴിയാണ് മറിയമെന്ന് വിശുദ്ധാത്മാക്കളൊക്കെ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. ഈ സാന്നിധ്യ അനുഭവം എന്താണ് നമുക്ക് തരിക? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത്. ഇത് വെറും ഒരു കന്യകയല്ല, ഇത് വെറും നസ്രത്തിലെ ഒരു മറിയമല്ല, ഇത് കർത്താവിൻ്റെ അമ്മയാണ്, ദൈവമാതാവാണ്. എത്രയോ വലിയ ഒരു വിശ്വാസ സത്യമാണ് പ്രഘോഷിക്കുക. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികെ. ജപമാല ചൊല്ലി കണ്ണും പൂട്ടി ഈ അമ്മയെ മുഖത്ത് നോക്കി ഒന്ന് ധ്യാനിക്കുക. നമ്മൾ പറയും, ഹൃദയത്തിൽ തട്ടിപ്പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അമ്മ, ദൈവമാതാവ്, പരിശുദ്ധിയുടെ നിറകുടം, വിശുദ്ധയായ ഈ അമ്മ, പാപക്കറയേസാത്ത ഈ അമ്മ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകൂ. എൻ്റെ ജീവിതത്തിലെ മാരകമായ പാപങ്ങളുടെ മേഖലകളിലേക്ക്, എൻ്റെ ആത്മാവിൻ്റെ കറപിടിച്ച അവസ്ഥയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂ. പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അശുദ്ധി വെളിവാവുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ യെശയ്യായ്ക്കുണ്ടാകുന്ന ഒരനുഭവമുണ്ടല്ലോ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തെ യെശയ്യാ കാണുമ്പോൾ അവിടെ ചങ്കുപൊട്ടി കരയുകയാണ്. ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിച്ചവനാണ്. ഈ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്നിട്ട് തൻ്റെ പാവങ്ങളെക്കുറിച്ച് അനുദപിച്ച് കരയുമ്പോൾ കൊടിലുകൊണ്ടെടുത്ത് തീക്കനലുമായി ഒരു മാലാഖ, ഒരു ദൈവദൂതൻ യെശയ്യായെ വന്ന് അധരത്തിൽ സ്പർശിച്ച് ശുദ്ധീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജപമാല എന്ന് പറയുന്ന ആയുധം ഇത് മറ്റുള്ളവർക്കെതിരോ മറ്റ് ശക്തികൾക്കെതിരോ മാത്രം പോരാടാനുള്ള ഒരായുധമല്ല. ഈ ആയുധം ഞാൻ പ്രയോഗിക്കുമ്പോൾ എൻ്റെ തന്നെ ജീവിതത്തിൽ പലതും ഞാൻ തകർത്ത് കളയും. എന്നിലെ പാപത്തെ ഞാൻ തകർക്കും, എന്നിലെ പഴയ മനുഷ്യനെ ഞാൻ തകർക്കും. നീ എത്ര കൊടും പാപിയായി ജീവിച്ച വ്യക്തിയാണെങ്കിലും നിനക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ചുറ്റുപാടും മനുഷ്യർ ചൂണ്ടി നിന്നെ എത്രമാത്രം അപവാദങ്ങൾ പറഞ്ഞ് പീഡിപ്പിച്ചാലും മനസ്സിലാക്കുക, ഈ അമ്മയുടെ മുൻപിലാണ് നീയെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ കൂടെ എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കാനാവില്ല. നിൻ്റെ പാപങ്ങളെ ചൊല്ലി, നിൻ്റെ പഴയ ജീവിതത്തെ ചൊല്ലി ആർക്കും നിന്നെ കുറ്റമാരോപിക്കാൻ കഴിയില്ല. കാരണം ഈ അമ്മയുടെ അത്ഭുതകരമായ ശക്തിയാൽ രക്താംബരം പോലെ ചമന്ന പാപങ്ങളൊക്കെ മഞ്ഞുപോലെ വെണ്മയുള്ളതാകും. ഓരോ ജപമാല പ്രാർത്ഥനയും വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ, അമ്മയോട് കൂടെ നിന്ന് ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയുടെ ആഴമേറിയ അനുഭവം വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, ഇതാ കർത്താവിൻ്റെ കൂടാരം നമ്മോടുകൂടെ, ഇനി കരച്ചിലോ മുറവിളിയോ ഇല്ല, പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി. കർത്താവിൻ്റെ കൂടാരം. പ്രിയമുള്ളവരെ, ഇന്നലെകളെ വിസ്മരിച്ച ഞാൻ മുന്നോട്ട് കുതിക്കുമെന്ന് പറയുന്ന വിശുദ്ധ പൗലോസിൻ്റെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൻ്റെ തീക്ഷ്ണത നമുക്കറിയാം. ഏറ്റവും വലിയ പാപിയാണ് ഫൗസ്റ്റീനായിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് ഏറ്റവും വലിയ അർഹത. എങ്കിൽ നിന്റെ പാപങ്ങളെയെല്ലാം കഴുകി വൃത്തിയാക്കി നിന്റെ ശൂന്യമായ ഹൃദയത്തിൽ പുണ്യങ്ങളെ നിറച്ച് നിന്നെ ഉപയോഗിക്കാൻ ഈ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിന് കഴിയും. അതാണ് ഓരോ ജപമാല പ്രാർത്ഥനയും നമുക്ക് നൽകുന്ന ശക്തി. 5-ാമത്തെ അനുഭവം, ഏലീശു അമ്മ പരിശുദ്ധ അമ്മയെ നോക്കി പറയുകയാണ്, വിശ്വസിച്ച നീ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്തത് വിശ്വസിച്ച നീ ഭാഗ്യവതി. നിന്റെ വിശ്വാസം,
അത്ഭുതകരമായ വിശ്വാസം, ഇന്നുവരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വിശ്വാസം. വിശ്വാസത്തിൻ്റെ നിറകുടമായ ആൾരൂപമായ ഒരമ്മ, വിശ്വാസത്തിൽ ഒരു കടുകുമണി പോലും മായം ചേരാത്ത ഒരമ്മ. നീ ഭാഗ്യവതിയാണ്. എങ്ങനെ? നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വലിയ വിശ്വാസ പ്രതിസന്ധിയെ ലോകം നേരിടുന്ന കാലഘട്ടമാണ്. അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു, നിരീശ്വരവാദികൾ പെരുകുന്നു, ദൈവവിശ്വാസികൾ തന്നെ നാമമാത്ര ക്രിസ്ത്യാനികളോ വിശ്വാസികളോ ആയിട്ട് ജീവിക്കുന്നു. ഉള്ളിൽ വിശ്വാസമില്ല. നിനക്ക് വിശ്വാസം തിരിച്ചു പിടിക്കണമോ? എടുക്കുക ഈ ആയുധത്തെ. വിശ്വാസത്തിൻ്റെ നിറകുടമായ അമ്മ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിച്ചത്? ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? യേശു ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് പലരും തകരുന്നത്? പലയിടത്തും വിശുദ്ധ ഇടങ്ങളെന്ന് പറയുന്നിടത്ത് പോലും തകർച്ചകൾ നമ്മൾ കാണുന്നത്. വിശ്വാസം ആഴപ്പെടണം. വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമുക്ക് ലഭിക്കണം. ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ആയുധമേറിക്കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം നമുക്ക് വീണ്ടും കിട്ടും. തകർന്നുപോയ വിശ്വാസം, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പലരുടെയും വിശ്വാസത്തിന് മുറിവുകളേറ്റിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മളും അമ്മയെപ്പോലെ വിശ്വാസം ആ അത്ഭുത കൃപ ലഭിച്ച ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകണം. പ്രിയമുള്ളവരെ, ഏലീശോ അമ്മ കണ്ടുമുട്ടിയ പരിശുദ്ധ അമ്മ, ഏലീശോ അമ്മയുടെ മരിയൻ അനുഭവം സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പങ്കുവച്ചതാണ്. ഈ 5 അനുഭവങ്ങൾ ഞാൻ ഉപസംഹരിക്കട്ടെ. 1, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം. 2, പിശാചിൻ്റെ തകർക്കുന്നവരുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി. 3, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവരുടെ അത്ഭുതകരമായ ശക്തി. 4, വിശുദ്ധിയെ ആഴപ്പെടുത്തുന്ന അമ്മയുടെ സാന്നിധ്യം. 5, വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം. ഓരോ ജപമാല പ്രാർത്ഥനയിലും നമ്മളിത് ലക്ഷ്യം വയ്ക്കണം. പ്രിയമുള്ളവരെ, 100 കണക്കിന് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയണം. ഭൗതികമായ നേട്ടങ്ങളും ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ട്. രോഗങ്ങളും തകർച്ചകളും പട്ടിണിയും ദുരിതവും ഒക്കെ നമുക്കുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ജപമാലയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഈ ജപമാല നമുക്ക് നൽകുന്ന അത്ഭുതകരമായ ശക്തി തിരിച്ചറിയുക. ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കുന്ന അത്ഭുതകരമായ ശക്തി തിരിച്ചറിയുക. അത് ഭൗതികമായി നമുക്ക് കിട്ടിയെന്ന് പറയുന്ന എല്ലാ അനുഭവങ്ങളുടെയും 10,000 മടങ്ങ് വ്യത്യസ്തമാണ്. ഇതാണിന്ന് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മയോടൊപ്പം തുടർന്നുള്ള സമയം ആരാധനയിലൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പൂർണ്ണമായും നമുക്ക് ആഗ്രഹിക്കാം. എലീശോ അമ്മ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ദിവസത്തിൽ ഒരു നിമിഷം പോലും ഈ സാന്നിധ്യം വിട്ടുപോകാത്ത രീതിയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ വിശുദ്ധിയോടെ സമർപ്പണം ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഈശോയുടെ അനുഗ്രഹത്തിനായി അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം.
ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ അരികിലേക്ക് അത്ഭുതകരമായ ശക്തി ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകട്ടെ. പ്രാർത്ഥന ഫലിക്കും. എലീശമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന പരിശുദ്ധ അമ്മ ആ ഭവനത്തിന് അനുഗ്രഹമായി തീർന്നതുപോലെ ഇന്ന് അനേക കുടുംബങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ അമ്മ എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. വാഗ്ദാന പേടകം ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകം 3 മാസം എലീശമ്മയുടെ ഭവനത്തിൽ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഈ അമ്മയ്ക്ക് നിന്റെ കുടുംബത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ അമ്മയോട് കൂടെ നിന്റെ ഭവനത്തിൽ ജപമാല പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും, അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകും. മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കാത്ത കൃപാവരങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെ പിശാചിന്റെ തലകൾ തകർക്കപ്പെടും, നാരകീയ സർപ്പം അവിടെ പരാജയപ്പെടും. കുടുംബത്തിന്റെ ദിവ്യമായ വിജയം, സന്തോഷം ആ കുടുംബത്തിനുണ്ടാകും. വിശുദ്ധിയുടെ ആഴത്തിലേക്ക് ഈ അമ്മ നിന്നെ കൊണ്ടുപോകും. വിശ്വാസത്തിന്റെ അത്ഭുത ശക്തിയിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പരിപൂർണമായും ഈ വലിയ ആഗ്രഹത്തിൽ കരമുയർത്തുക, വിളിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, അത്ഭുതകരമായ നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയുടെ അരികിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും കൃപകൾ ഒഴുക്കണമേ, അനുഗ്രഹങ്ങൾ ഒഴുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തന്ന അമ്മ ഈ സമയം ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ കരമുയർത്തുമ്പോൾ ആ അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ അമ്മയോട് ചേർന്ന് അങ്ങയെ ആരാധിച്ചുകൊണ്ട് വിളിക്കുന്നു. കർത്താവേ, കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ. എല്ലാവരും ഉച്ചസ്വരത്തിൽ കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു. കർത്താവേ, ദിവ്യജ്ഞാനികളായ പൂജരാജാക്കന്മാർ അമ്മയോട് ചേർന്ന് പുൽത്തൊഴുത്തിൽ നിന്നെ ആരാധിച്ചതുപോലെ കർത്താവേ, അമ്മയോട് ചേർന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ എന്തൊരാനന്ദം, എന്തൊരാനന്ദം. അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത ആനന്ദം, സ്വർഗത്തിൻ്റെ ആനന്ദം പരിശുദ്ധ അമ്മയിലൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന സകല വ്യക്തികളിലേക്ക് ഒഴുകട്ടെ. നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്,
പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നവരിലേക്ക്, ഭയവിഹുലരായിരിക്കുന്നവരിലേക്ക്, രോഗത്തെ പ്രതി പേടിച്ച് ഭയപ്പെട്ട് തകർന്നിരിക്കുന്നവരിലേക്ക്, ഈ ദുരന്ത കാലഘട്ടത്തിൻ്റെ എല്ലാ വേദനകളും പേറുന്ന മനുഷ്യരിലേക്ക്, മഹാമാരിയുടെ ദുരന്തങ്ങളേറി കുടുംബത്തിൽ അന്ധകാരം വ്യാപിച്ച രീതിയിൽ കഴിയുന്ന വ്യക്തികളിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധികളെ ഓർത്ത് വിലപിക്കുന്നവരിലേക്ക്, രോഗങ്ങളെ ഓർത്ത് ശരീരം തകർന്ന വേദനിക്കുന്ന അവസ്ഥകളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരിലേക്ക് കർത്താവേ സ്വർഗത്തിൻ്റെ ആനന്ദം അയക്കണമേ. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമായ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ മാധ്യസ്ഥം സകലർക്കും സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. എല്ലാ ബന്ധനങ്ങളും, എല്ലാ തകർച്ചകളും, എല്ലാ രോഗങ്ങളും അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കുന്നു കർത്താവേ. വിമോചനം നൽകണമേ. സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് കർത്താവേ, അത്ഭുതകരമായി സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നീ ഇടപെടണമേ. കർത്താവായ ഈശോയെ, ശാരീരിക രോഗങ്ങളിൽ കടന്ന് വിഷമിക്കുന്ന വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നീ കടന്നു ചെല്ലണമേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകണമേ. വലിയ പ്രത്യാശ നൽകണമേ. ആന്തരികമായ സ്വാതന്ത്ര്യം നൽകണമേ. മാനസികമായി തകർന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, അത്ഭുതകരമായ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ഭയം വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, അപകർഷത വിട്ടുപോകട്ടെ, കുറ്റബോധം വിട്ടുപോകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ ഓർത്ത് നിരാശപ്പെട്ട് തകർന്ന് മാനസികമായും ആത്മീയമായും ശാരീരികമായും തകർന്നിരിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയിൽ കർത്താവായ യേശുവിന്റെ ഈ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകട്ടെ, അത്ഭുത ശക്തി ഒഴുകട്ടെ. പാപക്കറകളെ കഴുകുന്ന യേശുവിന്റെ രക്തം കൊണ്ട് രക്താംബരം പോലെ ചുമന്ന പാപങ്ങളെ കഴുകാൻ അനുതാപത്തിന്റെ വരം നൽകണമേ. മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കണമേ കർത്താവേ. പാപജീവിതം ഉപേക്ഷിച്ച് എനിക്കൊരു പുതിയ ജീവിതത്തിന് സാധിക്കുമെന്ന പ്രത്യാശ നൽകണമേ. തിന്മയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ട് ആ വൃത്തികേടിൽ എന്നും കഴിയേണ്ടി വരുമെന്ന് ഭയപ്പെട്ടിരിക്കുന്നവരിലേക്ക് വലിയ പ്രത്യാശ കൊടുക്കണമേ. നിനക്കൊരു മോചനമുണ്ട്. നിനക്ക് എത്രമാത്രം നീ പാപത്തിൽ തകർന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്നിൽ ഒരു വിശുദ്ധയുണ്ട് എന്ന് തിരിച്ചറിയുക. ആ വിശുദ്ധനെ കഴുകി കുളിപ്പിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയെ നിന്നെ അരികിലേക്ക് കർത്താവ് വിടുമ്പോൾ ആ അമ്മയിൽ നീ ആശ്രയം വെച്ചുകൊണ്ട്, ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പാപത്തെ ഉപേക്ഷിക്കാൻ, പാപബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ, സകല തിന്മകളെ ഉപേക്ഷിക്കാൻ, ജഡിക ആസക്തികളെ ഉപേക്ഷിക്കാൻ, സകല ഭോഗ ആസക്തികളെയും ഉപേക്ഷിക്കാൻ, ലോകത്തിന്റെ സകല അരൂപിയെയും വെറുത്തുപേക്ഷിക്കാൻ, പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കാൻ, പൈശാചികമായ കൂട്ടുകെട്ടുകളും പൈശാചികമായ അടിമത്വത്തിന്റെ ആധിപത്യങ്ങളും വിട്ടുപോകട്ടെ. ഒന്നിനും അടിമയാകാതെ, ആർക്കും അടിമയാകാതെ വലിയ സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുരിശിൽ പിടയുന്ന സമയത്താണല്ലോ നീ ഈ അമ്മയെ ഞങ്ങൾക്ക് തന്നത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിത്യസഹായമായി ഈ അമ്മയെ കുരിശിൽ കിടന്ന് പിടയുന്ന നേരത്ത് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അമ്മയെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, യോഹന്നാൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, രാജ്യത്ത് മുഴുവനും സഭയിൽ ഈ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മയോടുള്ള വലിയ സ്നേഹം പ്രകടമാക്കുന്ന ഈ മക്കളുടെ കൂട്ടായ്മയിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ. കർത്താവേ, ഈ അമ്മ ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്ന് അങ്ങയിലേക്ക് ദൈവമക്കളെ നയിക്കാൻ ഈ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് വീണ്ടും വീണ്ടും ദൈവിക സത്യങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഈ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. സകല ദൈവമക്കളും കർത്താവിൻ്റെ അത്ഭുതകരമായ ആശീർവാദത്തിൻ്റെ പുണ്യനിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷത്തിൽ വിശ്വസിച്ച് അമ്മയോട് ചേർന്ന്
അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്റെ ജീവിതത്തെ സമ്പൂർണമായും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പരിപൂർണമായും സമർപ്പണം ചെയ്യട്ടെ. പരിപൂർണമായും സമർപ്പണം ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തെ, എനിക്കുള്ള സകലതിനെയും അമ്മയുടെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എനിക്ക് അമ്മയുടെ കരം പിടിച്ച് നടക്കണം. എൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നോട് കൂടെ എന്ന് പറയാനുള്ള വലിയ വിശ്വാസവും ബോധ്യവും എനിക്ക് തരണം. അമ്മേ, ഈശോ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗീയ ആനന്ദങ്ങളും ദൈവിക കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ അണയുന്നീതാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ അണയുന്നീതാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.